പ്രശാന്ത് ഏട്ടാ, ഇപ്പോൾ നാം കാണുന്നത് ബംഗ്ലാദേശ് ആദ്യം വിവാദങ്ങളായിരുന്നു. ഈ വിവാദങ്ങൾ നിറഞ്ഞ പരാമർശങ്ങളായിരുന്നു. അത് പ്രവൃത്തിയിലേക്ക് മാറിയിട്ടുണ്ട്. ഇന്ത്യ തങ്ങളുടെ അതിർത്തി ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി അവിടെ മുള്ളുവേലി കെട്ടിയിരുന്നു. അതിനുള്ള തടയാനുള്ള ശ്രമം, ഇപ്പോൾ കിടങ്ങുകൾ നിർമ്മിക്കുന്നു. അങ്ങനെ ഈ ബംഗ്ലാദേശിൻ്റെ തയ്യാറെടുപ്പ് എന്തിനു വേണ്ടിയാണ്? ബംഗ്ലാദേശിൻ്റെ തയ്യാറെടുപ്പ് എന്ന് പറയുമ്പോൾ എല്ലാവരും ഇപ്പം പറയുന്നു, അല്ലെങ്കിൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു, അതിർത്തികൾ കിടങ്ങുകൾ എടുക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ മുള്ളുവേലികൾ സ്ഥാപിക്കുന്നതിനാണ്, നമ്മുടെ അതിരുകൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി. ഇപ്പം ബംഗ്ലാദേശ് എടുത്തിട്ട് പ്രശ്നമുണ്ടായതുകൊണ്ട് അതിർത്തികൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി നമ്മൾ തയ്യാറെടുക്കുകയും മുള്ളുവേലികൾ ഇടുന്നതിനുമൊക്കെ ഗവൺമെൻറ് വളരെ പ്രത്യേക താല്പര്യം എടുത്ത് വളരെ സ്പീഡിൽ തന്നെ മുള്ളുവേലികൾ ഇടുകയാണ്. അത് 33,000 കോടി രൂപ കണ്ട് ചിലവാക്കിയാണ് ചെയ്യുന്നത്. അപ്പം ഇതിനകത്ത് പല സ്ഥലങ്ങളിലും മുള്ളുവേലി ഇടുന്നതിനകത്ത് തർക്കം ഉന്നയിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ സ്വാതന്ത്ര്യാനന്തരം നമ്മുടെ ഓരോ അതിർത്തി രാജ്യങ്ങളും തമ്മിൽ ഈ പറയുന്ന അതിർത്തി വരമ്പുകളുണ്ടല്ലോ. അപ്പോൾ അതിനകത്ത് പാകിസ്ഥാൻ നേരത്തെ തർക്കം ഉന്നയിച്ചു, ചൈന പലവട്ടം തർക്കം ഉന്നയിച്ചു. ഇതുവരെ തർക്കം ഉന്നയിക്കാത്തത് ഈ പറയുന്ന ബംഗ്ലാദേശായിരുന്നു. അപ്പോൾ ബംഗ്ലാദേശിൻ്റെ ഇതുവരെ തർക്കം ഉന്നയിക്കാതിരുന്നത് ഹസീനയും നമ്മളും തമ്മിലുള്ള ഒരു അവിശുദ്ധ ബന്ധം കൊണ്ടാണ്. ഈ പറയുന്ന അതിരുകളൊന്നുമല്ല, അതിരുകൾ തെറ്റിച്ചാണ് ഇന്ത്യ മഹാരാജ്യം ചെയ്തിട്ടുള്ളത്. അതിന് വേണ്ട രീതിയിലല്ല പല സ്ഥലങ്ങളിലും മുള്ളുവേലി ഇടാൻ നേരം അതിർത്തി തർക്കങ്ങൾ ഉണ്ടാകുന്ന ഒരവസ്ഥ. അങ്ങനെ ഇന്ത്യൻ ഉദ്യോഗസ്ഥന്മാരെ ബംഗ്ലാദേശ് വിളിച്ചു വരുത്തുന്നു. അതിനുശേഷം ഇന്ത്യ തിരിച്ചു വിളിച്ചു വരുത്തി ആവശ്യമില്ലാത്ത പണിക്കുന്നതിനാൽ അത് ബുദ്ധിമുട്ടാകുമെന്ന് പറയുന്നതൊക്കെ ഒരവസ്ഥയുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വരുന്ന ഒരു റിപ്പോർട്ടെന്ന് പറഞ്ഞാൽ അതിർത്തിയിൽ കിടങ്ങുകൾ കുഴിക്കുന്നു. അപ്പോൾ അതിർത്തിയിൽ കിടങ്ങുകൾ കുഴിക്കുന്നു, അതുകൊണ്ട് യുദ്ധത്തിന് തയ്യാറാവുന്നു ബംഗ്ലാദേശ്. അതിനു മുമ്പ് ബംഗ്ലാദേശിൻ്റെ അല്ലെങ്കിൽ പട്ടാള മേധാവി പറഞ്ഞു പട്ടാളത്തോട് സജ്ജമാകാൻ. അപ്പോൾ പട്ടാളത്തോട് സജ്ജമാകാൻ പറയുമ്പോൾ ആർക്ക് വേണ്ടി സജ്ജമാകാൻ? അപ്പോൾ അരിക്കൻ ആർമിയോട് യുദ്ധം ചെയ്യുന്നതിന് വേണ്ടിയാണോ, അല്ലെങ്കിൽ പട്ടാള ഭരണത്തിന് വേണ്ടിയുള്ള അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പാണോ എന്നൊക്കെ സംശയിക്കുന്നുണ്ട്. ഇപ്പം ഈ കിടങ്ങുകൾ കുഴിക്കുന്ന അല്ലെങ്കിൽ അതിർത്തിയിൽ കിടങ്ങുകൾ കുഴിക്കുന്ന ഒരവസ്ഥ വന്നപ്പോൾ അപ്പം അത് നമ്മളോട് യുദ്ധം ചെയ്യുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പാണോ എന്നുള്ള രീതിയിലൊക്കെയുള്ള വാർത്തകളും അല്ലെങ്കിൽ ഊഹാപോഹങ്ങളും ഒക്കെ വരുന്നുണ്ട്. അപ്പം നിരന്തരം ഇന്ത്യ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിന് അതിൻ്റെ വേണ്ട വിവരങ്ങൾ ലഭിക്കുന്നുണ്ടാകും. അപ്പം നമ്മൾക്ക് കിട്ടുന്ന വിവരങ്ങൾ ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിന് കിട്ടുന്ന വിവരങ്ങളുമായിട്ട് താരതമ്യപ്പെടുത്താനോ അല്ലെങ്കിൽ അതാണ് ശരിയെന്നോ ഒന്നും ഊഹിക്കാൻ പറ്റത്തില്ല. കാരണം രഹസ്യാന്വേഷണ വിഭാഗത്തിന് കിട്ടുന്ന വിവരങ്ങൾ അതേപടി അവർ വെളിയിൽ വിടാറില്ലല്ലോ. അപ്പം ഏതായാലും ബംഗ്ലാദേശിന് ഇന്ത്യയോട് യുദ്ധം ചെയ്യാൻ പ്രാപ്തമായിട്ടുള്ള ഒരു കരുത്തിപ്പിടില്ല. അത് ബംഗ്ലാദേശ് നല്ല വൃത്തിയായിട്ട് പോകുമ്പോൾ പോലും ഇല്ല. അതിനുശേഷം ഇപ്പോൾ തകർന്ന് വളരെ മോശം അവസ്ഥയിലാക്കി. നമ്മളിപ്പം ഉദാഹരണത്തിന് പറഞ്ഞാൽ ഒരു മൊബൈൽ റീചാർജ് നേരത്തെ 100 രൂപയ്ക്ക് ചെയ്തുകൊണ്ടിരുന്നതിന് ഇപ്പം 150% ടാക്സ് ആക്കിയിട്ടുണ്ട്. അപ്പം മാത്രം എല്ലാ രീതിയിലും ദാരിദ്ര്യം. നേരത്തെ അരി വേണമെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ അടുത്ത് പറയുന്ന കൊട്ടേഷൻ തന്നപ്പോൾ ഏറ്റവും കുറഞ്ഞ റേറ്റിൽ നമ്മൾ അരി കൊടുക്കുന്നതിനുള്ള അനുമതി കൊടുത്തു. നമ്മൾ അരി കൊടുക്കണമെങ്കിൽ, നമ്മുടെ വ്യവസായികൾ അരി കൊടുക്കണമെങ്കിൽ അതിർത്തി കടത്തുന്നതിന് വേണ്ടി നമ്മൾ അനുവാദം കൊടുക്കണം. ഇപ്പോൾ വീണ്ടും ഡീസൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ എല്ലാ രീതിയിലും ഇന്ത്യയെ ഡിപ്പെൻഡ് ചെയ്യാതെ യാതൊരു കാരണവശാലും ജീവിക്കാൻ പറ്റാത്ത ഒരു രാജ്യം. അത് പണ്ട് തന്നെ, ഇനിയും നാളെ കാലത്തും അത് തന്നെ അത്തരത്തിലൊരു രാജ്യം. അതുപോലെ അവരുടെ ഭൂപ്രദേശം, ആ രാജ്യത്തിൻ്റെ ഭൂപ്രദേശം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ത്രെഡ് ഉണ്ടെന്ന് പറയുന്ന 4000 കിലോമീറ്റർ അതിർത്തി പങ്കിടുമ്പോൾ അവർക്ക് എയർ സ്പേസ് പോലും ഇല്ല അവിടുന്ന് രക്ഷപ്പെടാൻ. ഈ പറയുന്നത് പോലെ അവിടെ ഇപ്പോൾ ആഭ്യന്തര കലാപം നടക്കുന്നു. അരക്കൻ ആർമി കയറി പല പ്രദേശങ്ങളും പിടിച്ചിരിക്കുന്നു. മറ്റേ സാൻ മാർട്ടിൻ ദ്വീപ് പിടിച്ച് അടക്കിയിരിക്കുന്നു. അപ്പം ആ രീതിയിലുള്ള പ്രശ്നങ്ങൾ, ആഭ്യന്തര പ്രശ്നങ്ങൾ രണ്ടാമത് വീണ്ടും ഈ പറയുന്ന വിദ്യാർത്ഥി പ്രക്ഷോഭവും അല്ലെങ്കിൽ BNPയുടെ നേതൃത്വത്തിൽ ഇലക്ഷൻ വേണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രക്ഷോഭമൊക്കെ നടക്കുമ്പോൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടോളാൻ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് റിപ്പോർട്ട് കൊടുത്തതനുസരിച്ച് BNP നേതാവ് രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ ലണ്ടനിലേക്ക് രക്ഷപ്പെട്ടതായിട്ട് കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ സഹായം അതിനകത്തുണ്ടായിരുന്നു. രണ്ടാമത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഭൂപ്രദേശം അവിടുന്ന് ഇപ്പോൾ ഏറ്റവും അവസാനം കിട്ടുന്ന റിപ്പോർട്ട് അനുസരിച്ച് ദുബായിൽ നിന്നൊരു ചാർട്ടർ ഫ്ലൈറ്റും സിംഗപ്പൂരിൽ നിന്നൊരു ചാർട്ടർ ഫ്ലൈറ്റും ഈ പറയുന്ന യൂനസിന് ഏത് സമയവും അവിടെ നിന്ന് പറന്നു പോകുന്നതിന് വേണ്ടി തയ്യാറായി അവിടെ കിടക്കുകയാണ്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം, യൂനസ് അവിടുന്ന് പറന്ന് എലിയെ കൂടെ പോകും. യൂനസ് അവിടുന്ന് പറന്ന് മറ്റൊരു രാജ്യത്ത് പോകണമെങ്കിൽ നമ്മളുടെ എയർ സ്പേസ് ഉപയോഗിക്കണം. അതായത് അതിൻ്റെ അർത്ഥമെന്ന് പറഞ്ഞാൽ യൂനസിന് ജീവൻ രക്ഷപ്പെടണമെങ്കിൽ പോലും ഇന്ത്യ അനുവദിക്കാതെ അവിടെ നിന്ന് പോകാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. ഈ പറഞ്ഞ ഹസീനയെ നമ്മൾ രക്ഷപ്പെടുത്തി നമ്മൾ അവിടുന്ന് എടുത്തുകൊണ്ട് വരാൻ നമുക്ക് നമ്മുടെ എയർ സ്പേസ് ഉപയോഗിച്ച് നമ്മുടെ വിമാനം അല്ലെങ്കിൽ നമ്മുടെ വിമാനം പ്രൊട്ടക്ഷൻ കൊടുത്ത് കൊണ്ടിരുന്നു. അല്ലെങ്കിൽ BNP നേതാവ് അവിടുന്ന് രക്ഷപ്പെടണം, ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് ലണ്ടനിൽ പോകണം, ആ ഒരു കാരണം പറയുമ്പോഴും അവിടെ ജീവന ഭീഷണി ഉണ്ടെന്ന് കണ്ടായിരിക്കും അവിടെ രക്ഷപ്പെട്ടത്. അപ്പോഴും നമ്മൾ അനുവാദം കൊടുക്കുന്നു. യൂനസ്
നമ്മൾക്ക് യൂനസ് അവിടുന്ന് രക്ഷപ്പെടണ്ട, യൂനസിൻ്റെ ജീവന് ഭീഷണി ഉണ്ടാകുന്ന ഒരവസ്ഥ, ജീവൻ നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിൽ അവിടെ തന്നെ തുടരണം, അല്ലെങ്കിൽ രക്ഷപ്പെടാൻ പറ്റാത്ത ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയും നമ്മൾ മൈൻഡ് ചെയ്യാതെ പോവുകയും ചെയ്താൽ ഈ പറയുന്ന യൂനസ്, ഇന്ത്യക്കെതിരെ തയ്യാറെടുപ്പുകൾ നടത്തുന്ന യൂനസ്, അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങൾ പറഞ്ഞതനുസരിച്ച് ഇന്ത്യക്കെതിരെ കോപ്പ് കൂട്ടുന്ന യൂനസ് അവിടുന്ന് രക്ഷപ്പെടത്തു പോലുമില്ല. അത്തരത്തിലുള്ള രാജ്യം. അപ്പം യുദ്ധം എന്ന് പറയുമ്പോൾ യുദ്ധം ചെയ്യുമോ എന്ന് ചോദിച്ചാൽ യുദ്ധം ചെയ്യാനുള്ള പ്രാപ്തി ഒരർത്ഥത്തിലുമില്ല, സാമ്പത്തികമായിട്ടില്ല, സൈനിക ശക്തിയില്ല, ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു രീതിയില്ല. അപ്പം അവരെ സഹായിക്കുന്നത് പാകിസ്ഥാൻ അല്ലെങ്കിൽ ആ രാജ്യങ്ങളിലെ ചില നേതാക്കൾ ആവശ്യപ്പെടുന്നുണ്ട് ഇന്ത്യയിലെ ചില ഭാഗങ്ങൾ കൂടി അത് ഞാൻ നമ്മളീ പറയുമ്പം ഇപ്പം ഈ പാകിസ്ഥാനെ പിന്നെ അല്ലെങ്കിൽ ഇപ്പം പറയുന്നത് സിറിയ അല്ലേ, സിറിയ, ഈ രാജ്യങ്ങളിൽ സിറിയ എന്നാണ് അവർ ഈ ഇത് മേടിച്ചിരിക്കുന്ന ഈ നമ്മുടെ ഡ്രോണുകളൊക്കെ മേടിച്ചിരിക്കുന്ന ആ രാജ്യത്തു നിന്നാണ് തോന്നാം. ഏതായാലും പാകിസ്ഥാനിൽ നിന്ന് മേടിക്കുന്നത് യുദ്ധം എന്ന് പറയുന്നത്, ഇപ്പം യുദ്ധം എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയാണ്? ഈ ബംഗ്ലാദേശിനെ ഉരുത്തിരിച്ചത് എന്തിനു വേണ്ടിയാണ്? യുദ്ധം ചെയ്യിക്കാൻ, അല്ലെങ്കിൽ നമുക്കൊരു ത്രെട്ട് ഉണ്ടാക്കാനും, നമുക്ക് അവരുമായിട്ടൊരു യുദ്ധത്തിൽ ഏർപ്പെട്ടാൽ അതിന് പലവട്ടം നമ്മളുമായിട്ട് പ്രകോപനം ഉണ്ടാക്കിയില്ലേ? എന്തെല്ലാം പ്രകോപനങ്ങൾ അവിടെ ഉണ്ടാക്കി. ഏറ്റവും അധികം പ്രകോപനം ഉണ്ടാവാൻ സാധ്യതയുള്ള ഹിന്ദുക്കളെ ആക്രമിച്ചുകൊണ്ടിരുന്നു. അതിനുശേഷം ഇന്ത്യയുടെ അതിർത്തി അല്ലെങ്കിൽ പിടിക്കുമെന്ന് പറഞ്ഞു പല രീതിയിൽ പ്രകോപനം ഉണ്ടാക്കിയിട്ട് നമ്മളൊന്നും ചെയ്തില്ലല്ലോ. നമ്മൾ വളരെ കൃത്യമായിട്ട് നമ്മളുടെ രഹസ്യാന്വേഷണ വിഭാഗം റോയും എല്ലാം ഉപയോഗിച്ച് അതിനകത്ത് വിഷയങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയില്ലേ? ബംഗ്ലാദേശ് നമ്മളെ പിടിക്കുമെന്ന് പറഞ്ഞു, ബംഗ്ലാദേശിൻ്റെ മുക്കാൽ ഭാഗവും വെറും അരക്കൻ ആർമിയെ കൊണ്ട് പിടിപ്പിച്ചില്ലേ? അപ്പം ഈ യുദ്ധം എന്ന് പറയുമ്പോൾ റഷ്യ യുദ്ധം ചെയ്തില്ലേ? യുക്രൈനുമായിട്ട് അതിൻ്റെ 3 കൊല്ലമായിട്ട് യുദ്ധമാവുന്നില്ലേ? അപ്പോൾ റഷ്യ യുദ്ധം ചെയ്യിച്ചത് എന്തിനാണ് യുക്രൈനുമായിട്ട്? യുക്രൈൻ എന്ന് പറയുന്ന ഭരണാധികാരി മണ്ടനാണെന്ന് ഞാൻ പറയത്തുള്ളൂ. യുദ്ധം ചെയ്തപ്പോൾ ഈ യുക്രൈൻ നശിച്ച് പോയില്ലേ? അതുപോലെ തന്നെ റഷ്യക്ക് ഇത്രയും കാലം യുദ്ധം ചെയ്യുന്ന റഷ്യക്ക് എന്ത് സാമ്പത്തിക ചിലവുണ്ട്? എക്കണോമിക്കൽ ഗ്രോത്ത് പുറകെ പോയില്ലേ? അപ്പോൾ സാമ്പത്തികമായിട്ട് തകർക്കുന്നതിന് നമ്മുടെ മുന്നോട്ടുള്ള പോക്കിനും തടയിടുന്നതിന് വേണ്ടിയാണ് ഈ ബംഗ്ലാദേശിനെ ഉരുത്തിരിച്ചത്. അത് നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. അപ്പം നമ്മളൊരു യുദ്ധത്തിൽ ഏർപ്പെടുത്തിയാൽ ഒന്നുകിൽ ബംഗ്ലാദേശിനെ സഹായിക്കാൻ പാകിസ്ഥാനിൽ കൂടെ പാകിസ്ഥാൻ സഹായിക്കും. പാകിസ്ഥാൻ നിവൃത്തിയില്ല ഭക്ഷണം കഴിക്കുന്നത്. പാകിസ്ഥാനെ സഹായിക്കുന്ന ആരായിരിക്കും? നമ്മൾക്കെതിരെ യുദ്ധം ചെയ്യാൻ തയ്യാറാക്കുന്ന ആൾക്കാർ രഹസ്യമായിട്ട് സഹായിക്കുന്ന, അല്ലെങ്കിൽ ഇസ്ലാമിക രാജ്യങ്ങൾ സഹായിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരും. ആരൊക്കെയാണ് നമുക്കെതിരെ ഇതിന് ഉരുത്തിരിച്ചിട്ടുണ്ടോ എന്നുള്ള ഏകദേശം ഊഹമല്ലേ ഉള്ളൂ. അപ്പോൾ ഈ പറയുന്ന പാകിസ്ഥാനെ ഉപയോഗിച്ചോ അല്ലെങ്കിൽ മറ്റ് ഇസ്ലാമിക രാജ്യങ്ങളെയൊക്കെ ഉപയോഗിച്ച്, അല്ലെങ്കിൽ അവർ ആയുധങ്ങൾ കൊടുത്തും അവരുടെ സാമ്പത്തിക ഇതിലുമായിരിക്കും അവർക്ക് സമ്പത്ത് കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്ന ഈ നമുക്കെതിരെ നമ്മുടെ എക്കണോമിക്കൽ ഗ്രോത്തിനെയോ അല്ലെങ്കിൽ നാളെ കാലത്തെ നമ്മുടെ വളർച്ചയോ ഒക്കെ തടയിടുന്നതിന് വേണ്ടി നിൽക്കുന്ന രാജ്യങ്ങളാണെന്ന് ശ്രമിക്കും. ആ രീതിയിലുള്ള യുദ്ധം ചെയ്യിക്കുന്നതിന് വേണ്ടിയാണല്ലോ ശ്രമം നടക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ യുദ്ധം ചെയ്യിക്കണമെങ്കിൽ പോലും ആയുധങ്ങൾ കൊടുത്താൽ അതിന് പരിശീലനം കൊടുക്കേണ്ട അവസ്ഥയല്ലേ? യുക്രൈനിൽ ഈ സംഭവിച്ചതുപോലെ ആയുധങ്ങൾ കൊടുത്തു, ആവശ്യം പോലെ കാശ് കൊടുത്തു. അവസാനം ഈ കൊടുത്ത ആയുധങ്ങൾ, അമേരിക്ക കൊടുത്ത ആയുധങ്ങൾ വർക്ക് ചെയ്യിക്കാനുള്ള ടെക്നീഷ്യനെ പോലും കൊടുത്തില്ല, കൊടുത്തില്ല. എന്ന് വെച്ചാൽ അങ്ങനെ കൊടുത്ത് അവിടെ ചെന്ന് ചെയ്യുന്നൊരവസ്ഥ വന്നാൽ അമേരിക്ക ഡയറക്റ്റ് ഇടപെട്ടെന്ന് പറഞ്ഞുകൊണ്ട് റഷ്യ കയറി അമേരിക്ക അടിക്കുമെന്നുള്ള ഭയമുണ്ട്. അപ്പോൾ ഇത് രീതിയിൽ ഇന്ത്യയിൽ യുദ്ധം ചെയ്യിക്കാൻ ഉരുത്തിരിച്ചെങ്കിലും ഇന്ത്യ അതിനെ ഓരോ ദിവസവും കഴിയും തോറും ആ രാജ്യത്തെ ശിഥിലീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ രാജ്യത്തെ യുദ്ധം ചെയ്യാൻ പ്രാപ്തമാവാത്ത രീതിയിലേക്ക്, ആര് സഹായിച്ചാലും പ്രാപ്തമാവാത്ത രീതിയിലേക്ക് ഇന്ത്യ അതിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ തന്നെ ഈ പാകിസ്ഥാൻ ഒഴിച്ചുള്ള വേറെ ഏത് രാജ്യവും പ്രത്യക്ഷമായിട്ട് സഹായിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് അവരുമായിട്ടുള്ള ബന്ധം നമ്മൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ രീതിയിലേക്കുള്ള കാര്യങ്ങളാണ് അവിടെ. അതുകൊണ്ട് തന്നെ യാതൊരു കാരണവശാലും ബംഗ്ലാദേശ് ഇന്ത്യയുമായിട്ട് യുദ്ധം ചെയ്യുമോ എന്ന് ചോദിച്ചാൽ അതിന് യാതൊരു സാധ്യതയുമില്ല. അതിനു വേണ്ടിയുള്ള കരുത്ത് ബംഗ്ലാദേശിനില്ല. പക്ഷേ ബംഗ്ലാദേശിനെ അതിന് തയ്യാറാക്കി നിർത്തിയിരിക്കുന്നവർ പല ഘട്ടങ്ങളിലും ഇപ്പോഴും ഏത് നിമിഷവും അതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പം ഈ പറയുന്ന ഞാൻ പറഞ്ഞ ഈ പാകിസ്ഥാൻ സഹായിക്കുന്നു. സിറിയ എന്ന് പറയുന്ന രാജ്യമാണെന്ന് തോന്നുന്നു നമുക്ക് വേണ്ട. ബംഗ്ലാദേശ് കൊണ്ട് നമുക്ക്, അല്ലെങ്കിൽ ആ രാജ്യം നമ്മൾക്കെതിരെ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന പോരായ്മകൾ അത്രയും നികത്തി തരാൻ ഞങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പറയുന്നത്. അതായത് ഇസ്ലാമിക രാജ്യമാണല്ലോ. അപ്പോൾ ആ രീതിയിൽ, പക്ഷേ ആ രാജ്യം തന്നെയാണ് ഇപ്പം പല ഘട്ടങ്ങളിൽ അവരുടെ നിന്നാണ് ആയുധം മേടിക്കാൻ തീരുമാനിക്കുന്നത്. അവരുമായിട്ട് എല്ലാ രീതിയിലുള്ള നയതന്ത്ര ബന്ധത്തിന് തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് യൂനസ് പോകുന്നു. പാകിസ്ഥാനിൽ നിന്ന് ഈ പറയുന്നത് പോലെ ഈ ഭീകരവാദികളെ കടത്തിവിടുന്ന ഒരവസ്ഥയുണ്ടെന്ന് നമ്മുടെ ഒരു ഘട്ടത്തിൽ നമ്മുടെ കപ്പൽ ഈ പറഞ്ഞ ബംഗ്ലാദേശ് അതിർത്തിയിലേക്ക് ഇപ്പം പോയതായിട്ടൊരു വാർത്ത വന്നില്ലേ? ബംഗ്ലാദേശ് അതിർത്തിയിലേക്ക് പോയപ്പോഴും നമ്മൾ വിചാരിച്ചത് ബംഗ്ലാദേശായിട്ട് ഏറ്റുമുട്ടുന്നതിന് വേണ്ടി പോയത് അല്ല. പാകിസ്ഥാനിൽ നിന്ന് പണ്ട് ഉണ്ടാകുന്നതിന് അപ്പുറമായിട്ട്
കപ്പലുകൾ ബംഗ്ലാദേശ് തുറമുഖത്തേക്ക് വരുന്ന ഒരവസ്ഥ ഉണ്ടായി. ബംഗ്ലാദേശ് തുറമുഖം ഇപ്പോഴും നിലവിലുള്ള കരാർ അനുസരിച്ച് നമ്മളാണല്ലോ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നിന്ന് വരുന്ന കപ്പലുകളും അതിനകത്ത് വരുന്ന സാമഗ്രികളും യുദ്ധ സാമഗ്രികളാണെന്നും അല്ലെങ്കിൽ കപ്പലിൽ വളരെ കൂടുതൽ ഭീകരന്മാരെ കടത്തിവിടുന്നുവെന്നും ആദ്യം കുറേ ഭീകരന്മാരെ കടത്തിവിട്ടു എന്നുള്ള വ്യക്തമായ റിപ്പോർട്ട് ലഭിച്ചത് അനുസരിച്ച് ഇന്ത്യ ഇതിനെല്ലാം തടയിടുന്നതിന് വേണ്ടി തയ്യാറെടുക്കുന്നതിന് വേണ്ടിയും ഒക്കെയുള്ള ഒരു കാര്യമാണ് നീക്കുന്നത്. അല്ലാതെ ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യത്തിന് ഇന്ത്യ യാതൊരു കാരണവശാലും ഇന്ത്യയോട് കയറി യുദ്ധം ചെയ്യാനുള്ള കരുത്തില്ല, അതിപ്പോൾ തീരെയുമില്ല. പിന്നെ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ആദ്യം നമ്മളെ കൊണ്ട് ഒരു അടിപ്പിക്കണം എന്നുള്ള രീതിയിലേക്കാണ് പല കാര്യങ്ങളും നീക്കുന്നത്. അത് ആദ്യം നമ്മൾ അടിക്കത്തില്ല, ഇങ്ങോട്ട് കയറി എന്തെങ്കിലും പ്രകോപനം ഉണ്ടാക്കിയാൽ ആ ബംഗ്ലാദേശിനെ ഏതാണ്ട് മണിക്കൂറുകൾ വെച്ച് തീർക്കാനുള്ള സംവിധാനം ഇന്ത്യക്കുണ്ടെന്ന് ബംഗ്ലാദേശിനും അറിയാം, ലോകത്തെ എല്ലാ രാജ്യങ്ങൾക്കും അറിയാം. അപ്പം ആ രീതിയിലേക്കുള്ള കാര്യങ്ങളൊന്നും ഉരുത്തിരിയുന്നില്ല. യൂനസിൻ്റെ ജീവൻ വേണോ അല്ലെങ്കിൽ യൂനസ് ജീവിച്ചിരിക്കണോ എന്ന് പോലും തീരുമാനിക്കാൻ കഴിയുന്ന ഒരു ഡെമോഗ്രാഫിയാണ് ബംഗ്ലാദേശിന്. അല്ലെങ്കിൽ അവരുടെ രാജ്യത്തിൻ്റെ ഭൂപ്രകൃതി അത്തരത്തിലുള്ള ഒരു രാജ്യമാണ്. അതുകൊണ്ട് ഇന്ത്യയോട് കളിക്കാൻ ബംഗ്ലാദേശ് തയ്യാറാകും എന്ന് തോന്നുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.